വളരെ പ്രധാനപ്പെട്ട ചരിത്രത്തിലൊരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന പ്രദേശം. മൂസാ നബിയുടെ ചരിത്രത്തിൻ്റെ തുടക്കം നമ്മൾ പലതവണ പറഞ്ഞു പോയിട്ടുണ്ട്. ഫിർഔനിൻ്റെ കൊട്ടാരത്തിൽ മൂസാ നബി വളരുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അവിടെ നിന്ന് വളരുന്നതിനിടയിൽ അദ്ദേഹം ഒരാളെ കൊല്ലുന്ന ഒരവസ്ഥയിലെത്തുന്നു. അങ്ങനെ അബദ്ധത്തിലാണ് കൊന്നതെങ്കിലും ഫറോവയുടെ പട്ടാളക്കാർ അദ്ദേഹത്തെ തെരഞ്ഞു നടക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം അവിടെ നിന്ന് മദിയനിലേക്ക് യാത്ര തിരിക്കുന്നു. മദിയനിൽ അദ്ദേഹം കൊല്ലങ്ങളോളം ജീവിക്കുന്നു. അവിടെ വിവാഹിതനായി കുട്ടികളായി അവിടെ നിന്ന് മടങ്ങുകയാണ് അദ്ദേഹം നാട്ടിലേക്ക്. ആ മടങ്ങുന്നതിനിടയിലാണ് ഈ പ്രദേശത്ത് എവിടെയോ വെച്ച് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇതിൻ്റെ മുകളിൽ നിന്ന് ഒരു തീ കാണണം. ആ തീ കണ്ട സ്ഥലമാണ് ഇതിനകത്തുള്ളത്. ബേണിംഗ് ബുഷ് എന്ന് അറിയപ്പെടുന്ന സ്ഥലം അതാണ് ഇതിനകത്തുള്ളത്. ഇത് സെൻറ്റ് കാതറീൻ മോണിസ്ട്രി, സെൻറ്റ് കാതറീൻ സന്യാസ മഠം എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. ഇത് പിൽക്കാലഘട്ടത്തിൽ ക്രിസ്താബ്ദം 5-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടതാണ് സെൻറ്റ് കാതറീൻ സന്യാസ മഠം. അത് ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കുമെല്ലാം പ്രധാനപ്പെട്ട സ്ഥലമായതുകൊണ്ട് തന്നെ റോമക്കാരുടെ ഭരണകാലഘട്ടത്തിൽ കൊല്ലപ്പെട്ട ക്രിസ്തുമതം സ്വീകരിച്ചതുകൊണ്ട് കൊല്ലപ്പെട്ട കാതറീൻ എന്ന് പറയുന്ന വിശുദ്ധയുടെ പേരിൽ അവർ നിർമ്മിച്ച ഒരു സ്ഥലമാണ്. അത് മനസ്സിലാക്കുക. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ നിന്ന് അങ്ങനെ അള്ളാഹു അങ്ങോട്ട് തീ കണ്ടിട്ട് പോകുന്നു. തീ കണ്ട് പോയ ഈ സ്ഥലത്ത് നിന്നാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ പോയിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും അള്ളാഹുവുമായി സംസാരിക്കും. ഈ സംസാരിക്കുന്ന സ്ഥലം ഈ സെൻറ്റ് കാതറിൻ്റെ ഭാഗമാണ്. അങ്ങനെ അള്ളാഹുവുമായി സംസാരിക്കുന്നതിന് മുൻപ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് മൂസാ നബിയോട്, നീ തുവാ താഴ്വരയിൽ, നമ്മളിപ്പോൾ നിൽക്കുന്നത് തുവാ താഴ്വരയിലാണ്. വിശുദ്ധമായ തുവാ താഴ്വരയിൽ ചെരുപ്പഴിച്ചിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പ്രവേശിക്കാൻ പറഞ്ഞ തുവാ താഴ്വരയിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യമായി തൻ്റെ അത്ഭുതം വടി നിലത്തിട്ട് പാമ്പാക്കുകയും കൈ കക്ഷത്തിൽ വെച്ച് പ്രകാശമാക്കുകയും ചെയ്യുന്ന അത്ഭുതം ആദ്യമായി അനുഭവിച്ച തുവാ താഴ്വരയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ തുവാ താഴ്വരയിൽ നിന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനെ കാണണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അള്ളാഹു മലയിലേക്ക് നോക്കാൻ പറഞ്ഞു. ആ മല അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നിനക്ക് കാണാൻ കഴിയുമെന്ന് പറഞ്ഞു. ആ മലയാട് എന്നാണ് ഈ മല വിശ്വസിക്കപ്പെട്ടത്. അന്ന് മല ഇളകിയിട്ടാണ് അത്രേ ഈ മല ഇങ്ങനെ വിണ്ടു കീറിയതും രണ്ടായി പിളർന്നതും. അത് നമുക്കറിയില്ല. ഏതായിരുന്നാലും അങ്ങനെയാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇതാണ് ആ സ്ഥലം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാണ് പൊതുവെ ചരിത്രപരമായ നിഗമനം. കാരണം അന്ന് മുതൽക്കേ ഇത് തുടർന്നു പോരുന്നുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രത്തിലെ മറ്റൊരു സംഭവം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ അവിടെ ഈജിപ്തിലേക്ക് പോയി ഫറോവയോട് അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ട് ആ ഫറോവ അത് നിരസിച്ചു. പക്ഷേ ഇസ്രായേലിയർ അദ്ദേഹത്തോടൊപ്പം വരാൻ വേണ്ടി പറഞ്ഞയക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അങ്ങനെ ചെയ്തില്ല. മോചിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചു, ചെയ്തില്ല. ഇസ്രായേലിയർക്ക് നേരെ ഏറെ പീഡനങ്ങൾ അഴിച്ചുവിട്ടു ഫറോവ ചക്രവർത്തി, ഫിർഔൻ ചക്രവർത്തി. ഈ സമയത്ത് അവസാനം അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് രക്ഷപ്പെടാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇസ്രായേലിയരും കൂടി ഇങ്ങനെ ചെങ്കടൽ കടന്നു. ചെങ്കടൽ കടന്നിട്ട് പിന്നീട് ഇങ്ങോട്ട് സീനായി താഴ്വരയിൽ തന്നെയാണ് എത്തുന്നത്. ഇങ്ങനെ എത്തിയിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നത് പിന്നെ തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോകാനാണ്. തൗറാത്ത് വാങ്ങാൻ വേണ്ടി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പോയ മലയാണ് ആ കാണുന്നത്. അവിടെ വെച്ചാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അത് മൂസാ മല എന്നാണ് അറിയപ്പെടുന്നത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗറാത്ത് വാങ്ങിച്ചത്. തൗറാത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വാങ്ങുകയും പിന്നീട് തിരിച്ചു വന്നപ്പോൾ കണ്ട അവസ്ഥ നമ്മൾക്കറിയാം. അവിടെ താഴെ ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ, ബൈബിളിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അഹറോനെ ഏൽപ്പിച്ചുകൊണ്ടാണ് ഈ ഇസ്രായേൽ സമുദായത്തെ ഏൽപ്പിച്ചുകൊണ്ടാണ് പോയത്. പക്ഷേ തിരിച്ചു വന്നപ്പോഴേക്ക് 40 ദിവസം പോയിട്ട് തിരിച്ചു വന്നപ്പോഴേക്ക് മനുഷ്യന്മാരുടെ സ്വഭാവം കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിലുള്ള സാമിരി എന്ന് പറയുന്ന വിദ്വാൻ ഏതാനും ആളുകളുടെ അടുത്ത് നിന്നെല്ലാം സ്വർണം ശേഖരിച്ച് അതുകൊണ്ടൊരു കാളക്കുട്ടിനെ ഉണ്ടാക്കി അതിൽ നിന്നൊരു ശബ്ദം ഉണ്ടാക്കി ഇത് തന്നെയാണ് ദൈവം എന്ന് പറഞ്ഞപ്പോൾ ഇതുവരെ അനുഭവിച്ചതെല്ലാം അവർ മറന്നിട്ട് അതിനെ ആരാധിക്കാൻ തുടങ്ങി, അതിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി.
മനുഷ്യൻ്റെ സ്വഭാവം അതാണ്. പെട്ടെന്ന് ഉപകാരം കിട്ടുന്ന കാര്യത്തിൻ്റെ പിന്നിൽ ഓടുക എന്നുള്ളതാണ്. പടച്ചവനോട് പറയുമ്പോൾ കുറേ സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് എവിടെ കാണുക അതിൻ്റെ പിന്നിൽ പോകുക എന്നുള്ള മനുഷ്യൻ്റെ ഒരു സ്വഭാവം. അങ്ങനെ ആ സാമിരി ഈയിടെ തന്ത്രത്തിൽപ്പെട്ടിട്ട് ആളുകൾ ബഹുദൈവ ആരാധകരായി തീർന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പടച്ചവൻ്റെ അടുത്ത് നിന്ന് 10 കൽപ്പനകൾ എന്നാണ് ബൈബിൾ പറയുന്നത്. പക്ഷേ തൗറാത്താണ് ഖുർആൻ പ്രകാരം. ഏതായിരുന്നാലും അതിൽ ഒന്നാമത്തെ കൽപ്പനയായി പുറപ്പാട് പുസ്തകം പറയുന്നത് തന്നെ ഞാനാകുന്നു നിങ്ങളുടെ ദൈവം, ഞാനല്ലാതെ മറ്റ് ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത്. മുകളിൽ ആകാശത്തിലോ കീഴ ഭൂമിയിലോ ഭൂമിക്കടിയിൽ വെള്ളത്തിലോ ഉള്ള യാതൊന്നിൻ്റെയും വിഗ്രഹങ്ങൾ നിങ്ങൾ ഉണ്ടാക്കരുത്, അവയെ നിങ്ങൾ സേവിക്കുകയോ ആരാധിക്കുകയോ ചെയ്യരുത് എന്നുള്ള കൽപ്പനയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ മൂസാ നബി കാണുന്നത് ഇസ്രായേലർ കാളക്കുട്ടിനെ ആരാധിക്കണമെന്ന്. മൂസാ നബിക്ക് ദേഷ്യം പിടിച്ചു. ഈ തൗറാത്ത് ഒന്നായിട്ട് വലിച്ചെറിഞ്ഞു. ആ തൗറാത്ത് പൊട്ടി, ആ ഫലകങ്ങൾ പൊട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മലകളെല്ലാം കാണുമ്പോൾ ഇതും ഈ മലയും ഇവിടെ ചുറ്റുമുള്ള മലയും തമ്മിൽ കാഴ്ചയിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ നമ്മൾ വലിയ പാഠം പഠിക്കേണ്ടതുണ്ട്. എത്ര വലിയ തൗഹീദുള്ള ആളുകളാണെങ്കിലും ഷിർക്ക് കടന്നു വരുവാൻ വളരെയേറെ സാധ്യതയുണ്ട് എന്നുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കറുത്ത ഉറുമ്പ് പാതിരാത്രിയിൽ കറുത്ത ഉറുമ്പ് കടന്നു വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാത്തതുപോലെ നിങ്ങളുടെ വിശ്വാസത്തിലേക്ക് ബഹുദൈവ ആരാധന, ബഹുദൈവ വിശ്വാസം, ഷിർക്ക് കടന്നു വരും. ആ ഷിർക്ക് കടന്നു വരുന്നത് വളരെ സൂക്ഷിച്ചുകൊണ്ട് നോക്കിയിട്ടില്ലെങ്കിൽ മൂസാ നബിൻ്റെ ഒപ്പം കടൽ പിളരുന്നത് കണ്ട് വന്ന ആളുകളാണ് ഇവിടെ. മൂസാ നബിൻ്റെ ഒപ്പം വടി സർപ്പമാകുന്നത് കണ്ടു വന്ന ആളുകളാണ് ഇവിടെ. മൂസാ നബിൻ്റെ ഒപ്പം ഈ കക്ഷത്തിൽ നിന്ന് മൂസാ നബിൻ്റെ കൈ ഇങ്ങനെ പുറത്തെടുക്കുമ്പോൾ പ്രകാശിക്കുന്നത് കണ്ട ആളുകളാണ് ഇവിടെ. പക്ഷേ അവർ പെട്ടെന്ന് നിമിഷങ്ങൾ കൊണ്ട് ഷിർക്കിലേക്ക് പോയി. ഇത് ഏത് സമയത്തും സംഭവിക്കാം എന്ന വലിയ പാഠമുണ്ട് അതിൽ. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് നിൽക്കുക. ഷിർക്കിനെ ന്യായീകരിച്ചുകൊണ്ടും ഷിർക്കിനെ ഏതെങ്കിലും രൂപത്തിലെല്ലാം വളരെ വസ്വാസം ഉണ്ടാക്കിക്കൊണ്ടും ശൈത്താന്മാർ പല സമയത്തും, സാമിരിമാർ പല സമയത്ത് വരും. ആ സാമിരിമാരെ സൂക്ഷിച്ചിരിക്കുക എന്നുള്ള വലിയ പാഠമുണ്ട് ഇതിൽ. അത് നമ്മൾ ശ്രദ്ധിക്കും. അതാണ് അതിൽ ഏറ്റവും പ്രധാനം.